വിശ്വനാഥൻ പിള്ളച്ചേട്ടൻ്റെ വാഴത്തോട്ടമാണ് ഈ കാണുന്നത്. 1000-ഓളം വാഴകളുണ്ട്. 500 വാഴകൾ 3 മാസം പ്രായമായവയും മറ്റൊരു 500 എണ്ണം 2 മാസം പ്രായമായ വാഴക്കുട്ടികളുമാണ്. അപ്പോൾ ഇതിൻ്റെ പരിചരണ രീതി, വളപ്രയോഗം, കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കാം. അദ്ദേഹം അതിനുള്ളിലുണ്ട്, വാഴത്തോപ്പിലുണ്ട്, എപ്പോഴും രാവിലെ വരും. അദ്ദേഹത്തിൻ്റെ വീട്ടിലും മറ്റും അനേകം കൃഷികളുണ്ട്, അതിനിടയിൽ ഇതും പരിചരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറച്ച് മനസ്സിലാക്കാം. എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജേന്ദ്രൻ വ്ലോഗ്സ്, വള്ളികുന്നം. എൻ്റെ പേര് വിശ്വനാഥൻ പിള്ള എന്നാണ്. ഞാൻ ഈ കൃഷി തുടങ്ങിയിട്ട് 40 വർഷത്തോളമായി. ഇതിനകത്ത് കൃഷി കൊണ്ട് ജീവിക്കുന്നവർ അനവധിയുണ്ട്. ഞാനും കൃഷി കൊണ്ട് തന്നെ ജീവിക്കുന്നു. പ്രത്യേകിച്ച് ഇതിനകത്ത് നഷ്ടം ഒന്നും വരാനായിട്ടില്ല. ആണും പെണ്ണും ഉള്ളതെന്ന് പറഞ്ഞാൽ അത് ഇല വ്യത്യാസമുണ്ട്. നോക്കുന്നതിന് അതിന് വീതിയുള്ള ഇലയാണ് ഈ ആൺ വാഴ എന്ന് പറയുന്നത്. അതിൻ്റെ വാഴയ്ക്ക് കൂടുതൽ സ്വാദുണ്ടെന്നാണ് നമ്മുടെ അഭിപ്രായം. നമുക്ക് അതിനകത്ത് കൂടുതൽ ഇത് ചെയ്യുന്നില്ല. നമുക്ക് അനുഭവത്തിൽ നമുക്ക് പറയുന്നില്ല. അത് അതെ, ആൺവാഴയാണിത്. ഇത് ആൺവാഴയാണ്. ഇതിന്റെ കൊലയ്ക്ക് നല്ല കട്ടിയും നല്ല ചുമപ്പും ഉണ്ടായിരിക്കും. പഴുത്ത് വരുമ്പോൾ അത് തിന്നാൻ നല്ല, അതെ അതെ, കനക്കുറവായിരിക്കും. തിന്നാൻ നല്ല രുചിയാ. ഒരു തോട്ടത്തില് കുറച്ചേ കാണത്തുള്ളേ. പാടാ. അത് നമ്മള് അതെ അനുഭവം കൊണ്ട് പറയാം. നമ്മള് കൂടുതൽ അല്ലാതെ മറ്റ് ഇതൊന്നുമില്ല. നമ്മളത് തീർത്ത് പറയുന്നില്ല. നിങ്ങൾ എന്നാ പറയും, നമ്മള് ഒന്ന് പ്രൂവ് ചെയ്യാന്ന് ചോദിക്കും. നടക്കത്തില്ല. ഒരു വാഴ നട്ട് 8 മാസം കൊണ്ടാ ഇവൻ കൊലയാവുന്നത്. 8 മാസം വേണം ഒരു വാഴ കൊലച്ചു വരണം എന്നുള്ളത്. അതിനകത്ത് 6 മാസം നമ്മൾ വളം ചെയ്യണം. ഈ 6 മാസം വളം ചെയ്യണം. 6 പ്രാവശ്യം ഇതിനകത്ത് മമ്മൂട്ടിയുമായിട്ട് വന്ന് എല്ലാം ചെയ്തെങ്കിൽ മാത്രമേ ഇതിനകത്ത് നമുക്ക് പ്രയോജനമുള്ളൂ. ഈ പ്രയോജനം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി പൈസ ഒന്നും കിട്ടാനുള്ള ഇതല്ല. സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് അതിൻ്റെ വേലക്കൂലി കിട്ടും. 1000 രൂപ അതിന് വേലക്കൂലി കിട്ടും. അല്ലാതെ വലിയ പ്രശ്നം, കൂടുതൽ ലാഭമൊന്നുമില്ല ഇതിനകത്ത്. പിന്നെ ഒരു ആഗ്രഹം, ചുമ്മാ നിൽക്കണ്ടല്ലോ, അവിടെ ഇവിടെയും പോയി കിടന്ന് ഇത് ചെയ്യാതെ, നമ്മൾ ആരോടും വായിക്ക് നോക്കാതെ നമുക്ക് ഒരു 100 രൂപ എടുത്ത് വല്ലതും മേടിച്ച് കഴിയാം എന്നല്ലാതെ കൂടുതൽ ഒന്നും ലാഭം ഇതിനകത്ത്, കൃഷിക്കകത്ത് കൂടുതൽ ലാഭമൊന്നുമില്ല. അല്ലെങ്കിൽ അതനുസരിച്ച് പിന്നെ ഏക്കറുകണക്കിന് വസ്തുക്കൾ വെച്ച് ഒരു 5000, 10000 വാഴയൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് അതിനകത്ത് 1-2 ലക്ഷം രൂപയൊക്കെ ചിലപ്പം വീട്ടിൽ ഇന്ന് വരാം. അതിൽ കൂടുതലൊന്നും കിട്ടാൻ കൃഷിക്കകത്തില്ല. കൃഷി എന്ന് പറഞ്ഞാൽ ഇതൊരു നമ്മുടെ എന്താ പറയണത്, ഇതിനകത്ത് നമ്മുടെ ഒരു മനസ്സുഖം, സന്തോഷം. ഇതെല്ലാം കൊലച്ചൊക്കെ വരുമ്പോൾ അതിനൊരു പ്രത്യേക സന്തോഷമുണ്ട്. അതൊക്കെ തന്നെ ഇതിനകത്തുള്ളത്. ജീവിതത്തിൽ ഇതിൽ കൂടുതൽ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ഇടാനില്ല. ഈ കൃഷിക്കകത്ത് നിന്ന് പ്രത്യേകിച്ച് നമ്മള് കൂടുതൽ സമ്പാദിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. കൃഷി ലാഭകരമാക്കാനുള്ള ലാഭകരമാക്കാനെന്നല്ല, ലാഭകരമാണ്. ചിലപ്പം നമ്മുടെ കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ലെങ്കിൽ ലാഭമല്ല. ഇപ്പൊ വാഴയെല്ലാം കിളിച്ച് എല്ലാം പരുവമായി, പകുതി കഴിഞ്ഞ് കൊലയ്ക്കാറായി വരുമ്പോൾ ഒരു കാറ്റടിക്കുക. അതല്ലെങ്കിൽ ആ സമയത്ത് കാലവർഷം മഴ പെയ്യുന്നില്ല. ഇത് നമുക്ക് ദോഷമായിട്ടേ വരത്തുള്ളൂ. കൃഷിക്കാർക്ക് ദോഷമാത്. നഷ്ടപരിഹാരം ഒക്കെ കിട്ടും. പക്ഷെ അത് അതിന്റെ പുറകെ നടന്ന് ഒരു കൊല്ലം കഴിഞ്ഞ എന്തെങ്കിലും ഒന്ന് കിട്ടും. 1000 വാഴ നമുക്ക് പോയെന്നും പറഞ്ഞ് നമ്മൾ എഴുതി കൊടുക്കുമ്പോൾ 200 വാഴയുടെ കാശ് അവർക്ക് തരും. ബാക്കി നമ്മൾ നഷ്ടമാണ് കഴിച്ചോളൂ. അത് തന്നെ. എൻ്റെ പേര് വിശ്വനാഥൻ പിള്ള എന്നാണ്. ഞാൻ ഈ കൃഷി തുടങ്ങിയിട്ട് 40 വർഷത്തോളമായി. ഇതിനകത്ത് കൃഷി കൊണ്ട് ജീവിക്കുന്നവർ അനവധിയുണ്ട്. ഞാനും കൃഷി കൊണ്ട് തന്നെ ജീവിക്കുന്നു. പ്രത്യേകിച്ച് ഇതിനകത്ത് നഷ്ടം ഒന്നും വരാനായിട്ടില്ല. രണ്ടാമത്തെ വരുന്ന കണ്ടാണ് നമ്മൾ എടുക്കുന്നത്. 3-4 വിത്തൊക്കെ ഒരു ഇതിനകത്ത് കാണും. ഇതിന് കൊള്ളാവുന്ന നോക്കി 2-3 വിത്ത് എടുക്കും. ആ വിത്താണ് നമ്മൾ വീണ്ടും രണ്ടാമത് നടുന്നത്. അതിന്റെ ആരോഗ്യം, വിത്തിന്റെ ആരോഗ്യം നമുക്ക് കാണുമ്പോൾ അറിയാം. ആ വിത്ത് എടുക്കും. പിന്നെ അതിനകത്ത് പുഴു കയറുന്നത് നമ്മൾ ശ്രദ്ധിക്കില്ല. ചിലപ്പോഴെങ്കിലും ശ്രദ്ധിച്ച് അത് കുറച്ചൊക്കെ കണ്ടിച്ച് കളഞ്ഞ് നോക്കുമ്പോൾ പുഴു ഉണ്ടെങ്കിൽ അതും കളയും. അങ്ങനെയാണ് ഇതിന്റെ കൃഷിയുടെ കാര്യം. അങ്ങനെ തന്നെ. പ്രത്യേകിച്ച് ഇതൊക്കെ തന്നെ കൃഷി. ഇപ്പം 8 മാസമാണ് വേണ്ടുന്നത്.
8 മാസം 8 മാസത്തിൽ 6 വളം, ഓരോ മാസവും ഓരോ വളം ചെയ്യും. ചേട്ടാ, ഇപ്പൊ നമ്മുടെ ഇതുപോലെ കൃഷി സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൂടുതലും എല്ലാവർക്കും അറിയേണ്ടത് ഇതിന്റെ നടീൽരീതിയെ കുറിച്ച്. അപ്പൊ ഒരു വിത്ത് തെരഞ്ഞെടുത്ത് അതിന് ഈ മാണപ്പുഴു അതുപോലുള്ള ശല്യങ്ങൾ വരാതിരിക്കാൻ എന്ത് പ്രതിരോധ നടപടിയാണ് സ്വീകരിക്കുന്നത്? മാണപ്പുഴു വരാതിരിക്കാൻ വലിയ പ്രയാസമാണ്. കാരണം നമ്മൾ വരുന്ന കാര്യം അറിയത്തില്ല. നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന അതിന് വേണ്ടുന്ന പ്രതിരോധ മരുന്നൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. എങ്കിലും ചില സമയത്ത് പുഴു കയറുന്നത് നമ്മൾ അറിയത്തില്ല. അത് ഇലക്കകത്തും മാണപ്പുഴു മേളിലും വരും അടിയിലും വരും പുഴു. അഥവാ വന്നാൽ എന്താണ് ചെയ്യുന്നത്? വന്നാൽ അന്നേരം നമ്മൾ മരുന്നടിക്കും. മരുന്നടിച്ച് അതിനെ നശിപ്പിക്കാൻ നോക്കും. കുറച്ചൊക്കെ രക്ഷപ്പെടും. നമുക്ക് ചേട്ടൻ്റെ ഈ തോട്ടം വിശാലമായിട്ടൊന്ന് നടന്ന് കാണാം. പിന്നെന്താ, അതേ ആദ്യം നമ്മൾ വാഴ നടുന്ന സമയത്ത് തടവെടുത്ത് വാഴ നടുമ്പോൾ അതിനകത്ത് ചാണകം ഇടും. 1 മാസം കഴിയുമ്പോഴത്തേക്ക് ഇത് മുള വരും. 1 മാസം കഴിഞ്ഞ് മുള വരും. ആ മുള വരുന്ന സമയത്ത് വീണ്ടും നമ്മൾ ഒന്ന് മണ്ണിളക്കിയിട്ട് കൊടുക്കും. മണ്ണിളക്കിയിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് കിളിച്ച് കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോഴാണ് ഇതിന് വളം ചെയ്യുന്നത്. 2 മാസം കഴിയുമ്പം ചെറുതായിട്ട് ഇതിനിടയ്ക്ക് രാസവളം ചെയ്ത് കൊടുക്കും. പിന്നെ ഇതിനകം വെച്ച് ഇപ്പം 4 ട്രിപ്പ് ചെത്തിയതാ. ഇതുകൊണ്ടൊന്നും തീരത്തില്ല. ഇനിയും ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കും. ഇനി ഒരു 3 മാസം കൂടി ഇതിനകത്ത് മണ്ണിളക്കി വളമിട്ട് ഇങ്ങനെ വന്ന് ഒരു പരുവായി. ഇനിയിപ്പോൾ ഒരു 4 മാസം കഴിയണം ഈ വാഴ ഒരു പരുവാക്കിയെടുക്കണം. അടുത്ത വളപ്രയോഗം എന്ന് പറഞ്ഞാൽ അടുത്ത മഴ തുടർച്ചയായിട്ട് 2-3 മഴ പെയ്ത് വരുമ്പോൾ വീണ്ടും ഇതിനകത്ത് ഏൽപ്പിച്ച് ഒരു 300 ഗ്രാം രാസവളം ഇട്ട് കൊടുക്കും. രാസവളം ഇട്ട് കൊടുത്ത് അരവാഴയാകുമ്പം വീണ്ടും കുറച്ച് ചാണകം കൂടി ഇടും. ചാണകം കൂടി ഇട്ടിട്ട് പിന്നെയും ഇതൊന്നുകൂടെ മണ്ണടിപ്പിച്ച് ഇട്ടിട്ട് പിന്നെ മാസം തോറും വീണ്ടും ഇങ്ങനെ രാസവളം ചെറുതായിട്ട് ഇതിനകത്ത് ഇട്ടിട്ട് മണ്ണടിപ്പിക്കും. വാഴ കുലയ്ക്കാറാവുന്നവരെ നമ്മൾ കുറേശ്ശെ രാസവളം ഇടും. ഒരു 200-300 ഗ്രാം വീതം ചെയ്യത്തുള്ളേ. നമ്മളാരും തമിഴ്നാട്ടിലൊന്നും ചെയ്യുന്ന കണക്കൊന്നും ഇവിടെ ചെയ്യത്തില്ല. നമ്മുടെ അങ്ങനൊരു കാര്യമുണ്ട്. ഇതിപ്പോൾ 3 മാസം പ്രായമായ വാഴയാണ്. ഇതിപ്പം ഇതിനകത്ത് വെച്ച് 3 ട്രിപ്പ് വളം ചെയ്തിട്ടുണ്ട്. 3 ട്രിപ്പ് വളം ചെയ്യുന്ന പറഞ്ഞാൽ ഇതിനകത്ത് വളം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരാളോ രണ്ടാളിനെ കൊണ്ട് ചെയ്യുന്നതല്ല ഈ വളം. ഇത്രയും ചെയ്തു വരുമ്പോഴെങ്ങനായാലും ഒരു 500 വാഴയുടെ പണി തീർത്ത് വരുമ്പോഴത്തേക്ക് ഒരു 5000 രൂപ ഓരോ മാസം തോറും. പക്ഷെ നമുക്ക് 5000 രൂപ ഇറക്കിയാൽ ചിലപ്പോൾ 5000 രൂപ കിട്ടണമെന്നില്ല. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഈ കൃഷി. ഞാൻ പറയില്ലേ, കൃഷി ഇതൊരു ലാഭത്തിന് വേണ്ടി മാത്രമല്ല, മനസ്സിൻ്റെ സന്തോഷമാണ് ഇത് ഏറ്റവും കൂടുതലും ഇതിനകത്തുള്ളത്. ഇതിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് മറ്റു ജോലികളൊന്നും ചെയ്യാൻ വയ്യാത്ത ഒരു ആൾക്കാർക്ക് ഇത് നല്ല ഇത് തന്നെ. അടുത്ത വളപ്രയോഗം 2 മാസം 2 ദിവസം അടുപ്പിച്ച് മഴ പെയ്യുകയാണെങ്കിൽ ഉടനെ ഇതിനകത്ത് വളപ്രയോഗം തുടങ്ങും. അത് കഴിഞ്ഞാൽ വീണ്ടും മണ്ണിടണം. മണ്ണിട്ട് കഴിഞ്ഞാൽ പിന്നെ 1 മാസം കഴിഞ്ഞതിന് ശേഷം പിന്നെയും മഴയുണ്ടെങ്കിൽ ഇതെല്ലാം നടക്കത്തുള്ളൂ. മഴ കാലവർഷം കറക്റ്റായിട്ട് പെയ്തില്ലെങ്കിൽ വർഷത്തിലേക്ക് ഇല്ല. ആ മാർഗങ്ങളൊന്നും ഇവിടെ ഇല്ല. ആ 2 മാസം ആയ ഇത് 3ഉം അത് 2ഉം ആയി. ഉണ്ട് 1000 വാഴകളുണ്ട്. ചേട്ടാ, അതുപോലെ ഈ വാഴയുടെ അന്ന് കുട്ടി, നമ്മുടെ നാട്ടിൽ കുട്ടി എന്നല്ലേ പറഞ്ഞത്? കുട്ടി മുളച്ച് വരുമ്പോൾ അത് നിർത്തുമോ? അതിനെ എങ്ങനെയാ ചെയ്യുന്നത്? കുട്ടി മുളച്ച് വരുമ്പോൾ നമ്മൾ കൊച്ചു കമ്പിപ്പാര കൊണ്ടുവന്ന് അത് ഇളകി കളയും. ഇളകി കളഞ്ഞാലും അത് വീണ്ടും മുളയ്ക്കും. കുലയ്ക്കുന്ന വരെ നമ്മളിത് ഒരു മുക്കുന്ന രീതി ഇളക്കി കളയും. ചവിട്ടി ഓടിച്ചോണ്ട് പിന്നെയും പെട്ടെന്ന് വരുന്നത്. പിന്നെ ഇതിന്റെ ചെവിടിന് ദോഷം വരാത്ത രീതി കൊത്തി ഇളകി കളയണം. കൊത്തി ഇളകി കളഞ്ഞാലും ചിലപ്പോൾ പിന്നെ പടാന്നായി കിളിച്ചു വരുന്നത്. ഇത് കുലയ്ക്കാറായി വരുന്ന സമയത്ത്
നമ്മൾ പിന്നെ അതിനകത്തൊന്നും ചെയ്യില്ല. എന്തിനാ ഈ കുട്ടി ഇങ്ങനെ എടുത്ത് കളയേണ്ട കാരണം എന്തുവാ? ഈ എടുത്ത് കളയണമെന്ന് പറഞ്ഞാൽ ഈ വരുന്ന വാഴ കൊലച്ചു വരുന്ന വാഴയ്ക്ക് ആരോഗ്യം ഇത്ര വരണ്ടേ? ഇവൻ വളം എടുത്ത് മറ്റവൻ തിന്നുന്നു, കുട്ടി വളം അങ്ങ് പിടിക്കും, വളം പിടിക്കും, കൊലയിൽ കുറയും. കൊലയിൽ കുറയും. അത് കുറയാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇത് എടുത്ത് കളയുന്നത്. വിശ്വനാഥ വെള്ളച്ചേട്ടൻ അനുഭവിക്കുന്ന സന്തോഷം അദ്ദേഹത്തിൻ്റെ മുഖത്ത് നമുക്ക് തെളിഞ്ഞു കാണാം. അതുപോലെ നമുക്ക് എല്ലാവർക്കും ഓരോ കൊച്ചു കൊച്ചു കൃഷികൾ ചെയ്ത് ഇതുപോലെ വലിയ വാഴത്തോട്ടവും കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും നമ്മുടെ ഒരു മനസ്സുഖം, നമ്മൾക്ക് ആവശ്യമുള്ള പച്ചക്കറി സന്തോഷം, ഇതെല്ലാം കൊലച്ചൊക്കെ വരുമ്പോൾ അതിനൊരു പ്രത്യേക സന്തോഷമുണ്ട്. സന്തോഷമാണ്.